ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ ഇന്നലെ മികച്ച വിജയം തന്നെയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത് കോഹ്ലി തന്നെയാണ്. ഓപ്പണിങ്ങിൽ കോഹ്ലി പരാജയനാണ്. കോഹ്ലിക്ക് പകരം ജയ്സ്വാൾ വരണമെന്നാണ് ആരാധകർ പറയുന്നത്. അതുപോലെ ശിവൻ ദുബെയ്ക്ക് പകരം സഞ്ജുവും. പക്ഷേ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ മാറ്റുന്നില്ല. ഇപ്പോഴത്തെ ഇന്നലെ ഇംഗ്ലണ്ടുമായിട്ട് കളി ജയിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് ടീം ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്നലത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കളി ജയിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തണം. എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മ അതിന് തയ്യാറാവാത്തത്? കോഹ്ലി ഫ്ലോപ്പാണ്. കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റി ജയ്സ്വാളിന് അവസരം കൊടുക്കുക. അതുപോലെ ശിവൻ ദുബെ ടീമിൽ എന്തിനാണ്? അദ്ദേഹത്തെ കൊണ്ട് ബൗൾ ചെയ്യിക്കുന്നില്ല. പിന്നെ ബാറ്റിങ്ങിലും അദ്ദേഹം ഫ്ലോപ്പാണ്. അതുകൊണ്ട് ദുബെയെ മാറ്റി ആ സ്ഥാനം സഞ്ജുവിന് കൊടുക്കുക. സഞ്ജു നല്ല കളി കാഴ്ചവെക്കും. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിലാണ് ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നത്. അത് രോഹിത് ശർമ്മ മറക്കരുത്. ടീമിനെ പ്രഖ്യാപിക്കുന്നത് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. സ്ക്വാഡിൽ ഒരുപാട് താരങ്ങളുണ്ട്. എന്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല? ഫൈനലിൽ ഇന്ത്യൻ ടീം മാറ്റം വരുത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോൽക്കുമെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ശിവൻ ദുബെയ്ക്ക് പകരം സഞ്ജുവിനെ കൊണ്ടുവരാൻ. ദുബെ എത്ര ഫ്ലോപ്പ് ആയാലും രോഹിത് ശർമ്മ താരത്തിന് അവസരം കൊടുക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ദുബെ ഡെക്കിലാണ് പുറത്തായത്. ദുബെ ബൗളിംഗ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ദുബെ പോലൊരു താരം ഇന്ത്യൻ ടീമിൽ? അതുകൊണ്ട് ഫൈനലിൽ രോഹിത് ശർമ്മ ചിലപ്പോൾ സഞ്ജുവിന് അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ രോഹിത് ശർമ്മ മറക്കില്ല. ടീമിൽ മാറ്റം വരുത്താതെ ഫൈനൽ കളിച്ചു. ഫൈനലിൽ ഇന്ത്യ തോറ്റുമടങ്ങി. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ രോഹിത് ശർമ്മ തയ്യാറാവില്ല. നാളത്തെ മത്സരത്തിൽ സഞ്ജുവിന് ഇറങ്ങാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.